ഇതെന്ത് കൂത്താ? അല്ല, നിന്റെ ശരീരത്തിൽ തുണിയുണ്ടോന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു. സർപ്പയജ്ഞക്കാരുടെ കണ്ണാടി കൂടിനേക്കാൾ കഷ്ടമാണല്ലോടി സാവിത്രി നിന്റെ ഈ ബ്ലൗസ്. പിന്നെ ഞാൻ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ടുള്ള അസൂയ അല്ലേ? ഞാൻ അസൂയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലായിരുന്നേനെ, കൊലക്കുറ്റത്തിന്. നിങ്ങളുടെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. ഞാൻ പാലി വെള്ളം ചേർക്കുന്നു, നീ ജീവിതത്തിലും സമാസമം. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? മുതലാളി വിളിപ്പിച്ചിരുന്നു. എന്തിന്? മുതലാളിയുടെ അഭിപ്രായം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. എന്നിട്ട് വാസുവേട്ടൻ എന്ത് പറഞ്ഞു? കൊച്ചു മുതലാളിയുടെ മുമ്പ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അയ്യോ, വാസു, വാസു. വാസുവേട്ടൻ വെളിയിൽ പോയിരിക്കുക. എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഗോപാലേട്ട. അത് ചുമ്മാതാ, നിന്റെ മുഖം കണ്ടാലറിയാം. നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവിടെ ഒന്നിരിക്കും, ഞാനൊരു തമാശ പറയാം. തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ? എനിക്കങ്ങനെയാ. ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും, എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും. നീ എന്തിനാ കുട്ടി വിഷമിക്കുന്നേ? വാസു നല്ലവനാണ്, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്തോന്ന് പക്ഷേ, നല്ലത് നല്ലതിനോട് ചേർന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഒരു മഠയനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മാവനും തുളസിയും മറ്റന്നാൾ ഇവിടെ വരും. ഒന്നുകിൽ ഞാൻ ഈ വിവാഹം ഉറപ്പിക്കും, അല്ലെങ്കിൽ ഗോപാല, നീ എന്തിനാ കരയുന്ന? എന്തു പറ്റിയെന്ന് പറ. വാസു, വാസുവിന് സ്വന്തമായ വയലിൽ അന്യനൊരുത്തൻ ബലാത്കാരമായി കൃഷി ചെയ്താൽ വാസു എന്ത് ചെയ്യും? അടിച്ചാണ്ട് കരണം വെച്ച് പറ്റി. എനിക്ക് അതിന് പോലും സാധിക്കുന്നില്ലല്ലോ വാസു. സുമതി, സുമതി, നീ ജോലിക്ക് വരുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? എനിക്ക് നല്ല സുഖമില്ല. നീ പൊയ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ.
പൊയ്ക്കോളി മക്കളെ, പൊയ്ക്കോളി, നമുക്ക് പറ്റിയതല്ല. മോളെ, ബിന്ദു, മോള് വീട്ടിൽ പോ. എന്തിനാ സുമതി അവളെ പറഞ്ഞയച്ചത്? നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്ത പാവം അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. മനസ്സിലായി സുമതി. അച്ഛൻ എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. വളരെ നല്ലത്. എന്റെ ആശംസകൾ. അപ്പോൾ ബിന്ദു? ബിന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം നിങ്ങൾ നോക്കിയിട്ടല്ലല്ലോ അവൾ വളർന്നത്. എന്നെ മനസ്സിലാക്കൂ സുമതി. രമേശ്, എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി എന്നെ കാണാൻ വരരുത്. ഞാനും കുഞ്ഞും ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മോളെ, മോളിങ് വന്നേ. മോൾ എന്റെ കൂടെ വരുന്നോ? എന്തിനാ മുതലാളി? മുതലാളിയോ? മോൾ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാ മതി. അതെങ്ങനാ? അതങ്ങനെയാ. മോള് കയറ. അമ്മയടുത്ത് അപ്പൂപ്പൻ പറഞ്ഞോളാ. മോൾക്ക് അമ്മയെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനെയോ? അതിന് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടാലും വേണ്ട, അച്ഛൻ ചീത്തയാ. രണ്ടു ദിവസമായി വാസുവേട്ടൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറയൂ വാസുവേട്ട, ഇത്രയും വലിയ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? തെറ്റെന്റേതാണ്. ഞാൻ ഈ കരയിൽ വരരുതായിരുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. വാസുവേട്ട, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം നാട് ഏതെന്ന് പോലും അറിയാത്ത ഒരൊറ്റയാ. വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനെല്ലാം തുറന്നു പറയാം. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. മോളെ, നീ എങ്ങനെ വന്നു? ഞാൻ പറയാ. പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ഇവളെങ്ങനെ നിന്റെ മകളായി എന്ന് എന്നോട് പറയണം. നിന്റെ മൗനത്തിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മകൻ ഒരു ഭീരുവാകുന്നത് എനിക്കിഷ്ടമല്ല. സത്യം പറ, ഇവൾ നിന്റെ മകളല്ലേ?
അതെ, അച്ഛൻ ക്ഷമിക്കണം. ഞാനെല്ലാം പറയാം. ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി ടൗണിൽ താമസിക്കുന്ന കാലത്താണ് Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him, the evil that men do. ചേച്ചി, ചേച്ചിക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? ആ ആയി. Good morning. എന്താ ലേറ്റ്? സുമതിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. അല്ല, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഞാൻ പോയില്ല, മഹാ ബോറാണെന്ന്. ആ പിന്നെ ഒരു കാര്യം, സരള ഇന്ന് ഓഫീസിൽ പോകണ്ട, ഒരു പിക്ചറിന് പോവാം. അയ്യോ, ഞാനില്ല. പറ്റില്ല, വന്നേ മതിയാകും. ആരെങ്കിലും കാണും. കാണട്ടെ, എന്നായാലും കാണേണ്ടതല്ലേ. ചേച്ചി, ഈ കണ്ണുകളാണ് എന്നെ ആകർഷിച്ചത്, വാചാലമായ കണ്ണുകൾ. പിന്നെ സത്യമാണ്, ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു. എല്ലാം എല്ലാം. എന്നെയും. നിന്നെ മറക്കാൻ ഈ ജീവിതത്തിൽ എനിക്ക് സാധ്യമല്ല. രമേശ്, ഞാൻ പാവമാണ്. എന്റെ അനിയത്തെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നത്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്, പക്ഷേ. എന്ത് പക്ഷേ? സരളെ, എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമെങ്കിൽ അത് നീ മാത്രമായിരിക്കും. നീ മാത്രം.
ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. എന്നെ സംരക്ഷിക്കേണ്ടവളാണെന്ന കാര്യം പോലും മറന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛനും അമ്മയില്ലാത്ത എന്നെ സംരക്ഷിക്കേണ്ടത് ചേച്ചി ജോലിയെടുത്താണ്. പക്ഷെ ചേച്ചിയുടെ ഈ പോക്ക് നാശത്തിലേക്കാണ്. ഇല്ല സുമതി, രമേശ് എന്നെ ചതിക്കില്ല. അദ്ദേഹം എന്നെ തീർച്ചയായും വിവാഹം കഴിക്കും. സരള ഗർഭിണിയായി. ഒരു ദിവസം അവളും സുമതിയും കൂടി എന്റെ മുറിയിൽ വന്നു. രമേശ്, എന്റെ ചേച്ചി ഗർഭിണിയാണ്. രമേശിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അതിന് ഉത്തരവാദി ഞാനാണ്. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. സരളെ ഞാൻ വിവാഹം കഴിക്കും. ധൈര്യമായി പോകൂ. ഞാൻ ഇന്ന് എന്റെ അച്ഛനോട് ഫോണിൽ സംസാരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല? പലതവണ ഞാൻ ഒരുങ്ങി. എനിക്ക് പേടിയായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ നാട് വിട്ടു. ആ പാവം പെൺകുട്ടിക്ക് എന്ത് പറ്റിയടാ? അപവാദം ഭയന്ന് ഗർഭിണിയായി ചേച്ചിയും ഞാനും അന്ന് നാട് വിട്ടു. ബിന്ദുവിനെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചി മരിച്ചുപോയി. അവളെ വളർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിലെത്തി. ഇതാണ് സംഭവിച്ചത്. എന്റെ തെറ്റ് എനിക്ക് തിരുത്തണം. ബിന്ദു എന്റെ മോളാണ്. അവളെ എനിക്ക് വേണം. ബിന്ദുവിന് വേണ്ടി ഞാൻ സുമതി വിവാഹം കഴിക്കും. സുമതി, ഞാൻ മുതലാളിയെ കാണാൻ പോവാണ്. എന്തിന്? നമ്മുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അത് പറയാറായോ വാസേട്ടാ? മുതലാളി, എന്താ വാസു? ഞാൻ എന്റെ സമ്മതം കഴിക്കാൻ വന്നതാണ്. എന്തിന്? സുമതിയെ കല്യാണം കഴിക്കാൻ. മുതലാളി ഒന്നും പറഞ്ഞില്ല. വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു. മുതലാളി, ആ നന്ദി എനിക്കെന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുതലാളി. അതെ വാസു, പറയൂ, നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായും. എന്റെ ജീവൻ കളഞ്ഞു. എങ്കിൽ വാസു സുമതിയെ മറക്കണം. മുതലാളി, ബിന്ദു രമേശിന്റെ കുഞ്ഞാണ്. അതെനിക്കറിയാം. ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ. മുതലാളി, അവർക്ക് നന്മ വരുന്നതിൽ വാസു സന്തോഷിക്കില്ലേ? അവളും കുഞ്ഞും സുഖമായിരിക്കല്ലേ വേണ്ടത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്. മരണവുമായി മത്സരിച്ചോടുന്ന ഒരു അപസ്മാരോഗിയേക്കാൾ എന്റെ സുമതിക്ക് യോജിക്കുക രമേശായിരിക്കും. ഞാൻ വഴിമാറിക്കൊടുത്തേ പറ്റൂ. മുതലാളി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? സുമതിയെ മറക്കാൻ. അമ്മേ, മോളെന്താ ഇത്രയും താമസിച്ചത്? നമ്മുടെ മുതലാളി എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയമ്മേ. എന്നിട്ട്? ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ തന്നമ്മേ. ഓഹോ, മാമൻ എന്തേ അമ്മേ? ഇപ്പൊ വരുമോളെ. മാമൻ എന്താ അമ്മേ വരാത്തത്?
അവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വാസുവേട്ടാ, വാസുവേട്ടാ. വാസുവേട്ടൻ. വാസു പോയി. ഞാൻ വാസുവേട്ടനെ തിരക്കി വന്നതാ. ഞാൻ പോകുന്നു മുതലാളി. സുമതി, ഇനി നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. രമേശൻ എല്ലാം എന്നോട് പറഞ്ഞു. ആ, അതേ മോളെ, ഇനി ഞാൻ നിനക്ക് മുതലാളിയല്ല. മനസ്സിലായില്ല. ബിന്ദു വളരേണ്ടത് ഈ വീട്ടിലല്ല. അല്ല, എന്തിനാ മോളെ ബിന്ദുവിന് അവളുടെ അച്ഛന്റെ സ്നേഹം നിഷേധിക്കുന്നത്? അവർ അച്ഛൻ മരിച്ചുപോയി. സുമതി, മുതലാളിക്കറിയാമോ, അനാഥ ശവങ്ങൾ കുഴിച്ചിടുന്നിടത്താണ് എന്റെ ചേച്ചിയെ കുഴിച്ചിട്ടത്. നിന്റെ ദുഃഖം എനിക്കറിയാം. എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ? ബിന്ദുവിന്റെ അമ്മയായി രമേശ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമല്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മ എന്നിലുള്ളിടത്തോളം കാലം ഞാൻ ആ മനുഷ്യനെ വെറുക്കുന്നു. മോനെ, ഞാനെല്ലാം കേട്ടു വെച്ച. സുമതി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി എനിക്ക് നടു നിൽക്കാൻ ആഗ്രഹമില്ല. രമേശ്, ഞാൻ ഇന്ന് തന്നെ മടങ്ങുകയാണ്. മോനെ, എന്നോട് ക്ഷമിക്കു വെച്ച. മാമ വന്നില്ലേ മോളെ? വന്നിട്ട് പോയി. എന്നെ ഒരുപാട് ഉമ്മ വെച്ചു. ഇത് അമ്മയുടെ തരാൻ പറഞ്ഞു. ഞാൻ പോകുന്നു സുമതി. നിനക്ക് നന്മകൾ നടന്നുകൊണ്ട്.